എന്നെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ട് റോബർട്ട് കിയോസാക്കി എഴുതിയിട്ടുള്ള ഒരു ബുക്ക്. ലൈഫിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നതും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നതും അതുപോലെ നല്ല ഹയർ സ്റ്റഡീസിന് പോകുന്നതും ഒക്കെ നമ്മളെപ്പോഴും ഒരു ജോലി എന്ന കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ അല്ലേ. നല്ല ജോലി എടുത്താൽ നല്ല ശമ്പളം കിട്ടും, നല്ല രീതിയിൽ ലൈഫ് സെറ്റിൽ ആവാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ശരിക്കും അതൊരു തെറ്റായ ധാരണയാണെന്നുള്ളൊരു വാസ്തവം ഞാൻ അറിഞ്ഞത് ഈ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ്. എല്ലാവരുടെയും ഒരു ധാരണ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും എന്നുള്ളതാണ്. ശരിക്കും അതല്ല, നമ്മളെപ്പോഴും സ്കിൽസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്കില്ല് ടീച്ചിങ്ങിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അതൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്കൊരു ജോലി കിട്ടണം എന്നില്ല അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ സെറ്റിൽ ആവുന്നവരാണോ, അതിൽ കുറച്ച് പേര് മാത്രമേ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നവരുള്ളൂ. അല്ലാത്തവരെന്താണ്, ഒരാളുടെ കീഴിൽ ജോലി എടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്. അപ്പോൾ പൈസ എപ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കണം, നമ്മളെപ്പോഴും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റുക. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു ബുക്കിൽ നിന്നാണ് വായിച്ചറിഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ചിന്ത, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്, നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിയാൽ നല്ല ജോലി കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റാണല്ലേ. അതൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡുകൾ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ഓരോ തരം ടെക്നോളജിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാനും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. എപ്പോഴും നമ്മളൊരു ഇൻകം മാത്രം നോക്കാതെ, എപ്പോഴും ഒരു ഇൻകം നമുക്ക് നിലയ്ക്കുമ്പോൾ വേറൊരു ഇൻകം അപ്പം അന്വേഷിച്ച് നടക്കാതെ എപ്പോഴും സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം, ഇപ്പോൾ തേർഡും നമ്മൾ പലരും നോക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് വരുമാനം ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് EMI ലോണും കാര്യങ്ങളൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇൻകം മാത്രം നമ്മൾ നോക്കാതെ, ഒരു ജോലി മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളെ കീഴിൽ മാത്രം നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള മെക്ഡൊണാൾഡ്സിൻ്റെ ബർഗറിൻ്റെ അല്ലെങ്കിൽ പിസ്സ കാര്യങ്ങളൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ സ്ഥാപകരുണ്ടല്ലേ. അപ്പോൾ ഇവരൊക്കെ ശരിക്കുള്ള ബിസിനസ് എന്താണെന്നറിയോ? ഇപ്പോൾ അവർ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് ശരിക്കുള്ളത്. ഈ മെക്ഡൊണാൾഡ്സിൻ്റെ വരുന്നത്, ഫാസ്റ്റ് ഫുഡ് വരുന്നുള്ള സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും ഒരു ജോലി എടുക്കുക, ജീവിക്കുക, അതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ സ്വപ്നങ്ങളായിട്ട് മാത്രം ജീവിക്കാതെ നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ എവിടെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് ഒരു ബുക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വായിക്കാനായിട്ട് നോക്കുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. ഓക്കെ.